പെൺകുട്ടി ജനിച്ചാൽ ഇസ്ലാമികപരമായ ഒരു വാപ്പാക്കുമാക്കും വ്യത്യാസമുണ്ട്. എന്തിൽ വ്യത്യാസമുണ്ട്? സംരക്ഷണത്തിലും നോക്കുന്ന പ്രതിഫലത്തിലും വ്യത്യാസമുണ്ട്. പ്രവാചകന്റെ വാക്ക് മൻ വുലിദതു ലഹു ഇബ്ന, നമുക്കൊരു കുട്ടിണ്ടായി, ഉമ്മമാര് കൂടി കേൾക്കാനാണ്, നമുക്കൊരു കുട്ടിണ്ടായി, പക്ഷെ അത് പെൺകുട്ടിയാണ് എങ്കിൽ അതൊന്നാകാം, രണ്ടാകാം, മൂന്നാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്മഅഹുന്ന വസഖാഹുന്ന, ആ പെൺകുട്ടിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു, ജീവിതത്തിൽ വെള്ളം കുടിക്കാൻ കൊടുത്തു, ഭക്ഷണപാനീയങ്ങൾ നൽകി. വകസാഹുന്ന മിൻ ജിദ്ദതിഹി, അവനവന്റെ സാമ്പത്തിക ക്രമപ്രകാരം വസ്ത്രവും ധരിച്ചു, വിദ്യാഭ്യാസം കൊടുത്തു. ആ പെൺകുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തി, നല്ല ഒരാളുടെ കൈവരെ ദീനിയായി വളർത്തി ഏൽപ്പിച്ചാൽ കുഞ്ഞലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ, ആ ഓരോ കുട്ടികളും ഒരു മാതാപിതാക്കളുടെ നരകത്തിൽ നിന്നുള്ള മറയായി വരും. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു പറയുന്നത് പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം മാത്രമല്ല, ഒരു പെൺകുട്ടിയെ ഒരു ബാപ്പയും ഉമ്മയും മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ആ ബാപ്പയുടെയും ഉമ്മയുടെയും കീഴിൽ അവൾ സുരക്ഷിതയാണ് എന്ന് ഉറപ്പുണ്ടാകണം. ബാപ്പിമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളുടെയും കരാളഹസ്തങ്ങൾ അവിടെ മേലിൽ പകരാൻ പാടില്ല, മറ്റൊരാളുടെയും ഉപദ്രവത്തിൽ അവൾ പെടാൻ പാടില്ല.